ഇതിപ്പോ ഞായറാഴ്ച വൈകുന്നേരം അമ്മയ്ക്കൊപ്പം ഒരു സായാഹ്ന സവാരിക്കിറങ്ങിയതാണ്. അമ്മ ഷോർട്ട് വിസിറ്റിന് ഇതുപോലെ എത്തുമ്പോൾ ഒരു കറക്കം പതിവാണ്. പണ്ട് അമ്മ എന്നെ തിരുവനന്തപുരം കാട്ടാൻ കൊണ്ടുപോകാറുള്ളതുപോലെ ഇന്നിപ്പോ അമ്മയെ കൊച്ചി കാട്ടാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിനടുത്തുള്ള ചിത്രപ്പുഴയിലൂടെയുള്ള ഈ ബോട്ട് സവാരി പറയാവുന്നതിനേക്കാളും ഏറെ മനോഹരമാണ്. ഇത്രയും ഇമ്പമുള്ള പേര് ഈ പുഴക്കിട്ടതാരെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. ചിത്രപ്പുഴ പേര് പോലെ തന്നെ സുന്ദരിയാണ്. ശരിക്കും കൊച്ചിയുടെ ജീവനാഡിയാണ് ഇതുപോലുള്ള പുഴയും കായലും കനാലും കടലുമൊക്കെ. ഈ കാഴ്ചകളിൽ മതിമറന്നിരിക്കവേ ഞങ്ങൾക്കിറങ്ങേണ്ട സ്ഥലമെത്തിയിരുന്നു, വൈറ്റില. ഇവിടെ നിന്ന് മെട്രോയിലാണ് യാത്ര. ആദ്യ ലക്ഷ്യം ഇവിടത്തെ പ്രശസ്തമായ ബ്രോഡ്വേ മാർക്കറ്റാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ വാരാന്ത്യ സവാരിക്ക് ഇറങ്ങിയവരാണ് എല്ലായിടത്തും. ബ്രോഡ്വേ ഞായറാഴ്ച തിരക്കിലായിരുന്നു. വഴിയിൽ കണ്ടതൊക്കെയും തൊട്ടു തലോടി മണത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു. ഉർവശി സ്റ്റോഴ്സിലേക്കായിരുന്നു ആ നടത്തം. പണ്ടെങ്ങോ കൈവിട്ട കുപ്പിവളകളോടുള്ള ഇഷ്ടം അമ്മ തിരികെ പിടിച്ചത് ഈയിടെയാണ്. ചുറ്റിനും വളകളുടെ ഗംഭീര നിര കണ്ട് കൺമിഴിച്ചു നിന്നു അമ്മ. വളകളോട് വലിയ ഭ്രമമൊന്നുമില്ലാത്ത ഞാൻ എൻ്റെ ഓരോ യാത്രയിലും ഈയിടെയായി പക്ഷേ അമ്മയ്ക്കായി വളകൾ വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. അവ അമ്മ കൈകൾ അണിയുമ്പോൾ മാത്രമേ ഇത്ര ഭംഗി തോന്നിയിട്ടുമുള്ളൂ കേട്ടോ. കുപ്പിവളകളും വാങ്ങി ഞങ്ങൾ നേരെ പോയത് ക്യൂൻസ് വാക്ക്വേയിലേക്കാണ്. നിരയൊപ്പിച്ച ഫുഡ് ട്രക്കുകളിൽ ഒന്നിൽ നിന്നും ചൂട് ചായയും പലഹാരങ്ങളും വാങ്ങി അസ്തമയ സൂര്യനെ നോക്കി കായൽക്കാറ്റേറ്റ് കുറച്ചുനേരം. വഴിവിളക്കുകൾ ഉണർന്നപ്പോൾ ഞങ്ങൾ ക്യൂൻസിനോട് വിട പറഞ്ഞ് നേരെ പോയത് അടുത്തു തന്നെയുള്ള എക്സിബിഷൻ ഗ്രൗണ്ടിലേക്കാണ്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു അവിടെ ആദ്യം കണ്ടത്. അവയിൽ ചിലത് രുചിച്ച് മുന്നോട്ട് നടന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കരകൗശല സാമഗ്രികളുടെ ഗംഭീര നിരയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അതൊക്കെ കണ്ണിറയെ കണ്ട് ചിലതൊക്കെ സ്വന്തമാക്കി തൊട്ടുനോക്കി പുറത്തേക്ക്. ഇനി തിരികെ വീട്ടിലേക്കാണ്. പുറത്തേക്ക് നോക്കിയിരുന്ന് കൊച്ചിയെപ്പറ്റി അമ്മയ്ക്ക് വിവരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു, തിരുവനന്തപുരത്തെ പോലെ കൊച്ചിയെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. ഇവിടവും ഇപ്പോൾ എൻ്റെ നാടായി മാറിയിരിക്കുന്നു എന്ന്. ഈ കുട്ടി സവാരി കഥ കേൾക്കാൻ ഒപ്പം കൂടിയതിന് ഒരുപാട് സ്നേഹം.